Yes, sir. 10:45 is the Mumbai flight. I will send the car at 10 o'clock itself. എന്താ മുകുന്ദ വൈകിയത്? വണ്ടി ലേറ്റ് ആയോ? 3 മണിക്കൂർ. പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാനൊരു നൂൺഷയ്ക്ക് കയറി. നീ വന്നിട്ട് പോകാതിരിക്കായിരുന്നു. റഷീദേ, 2 ചായ പറഞ്ഞോ. നീ ഇന്നലെ തന്ന വർക്ക്ഷോപ്പിൽ സൈൻ ചെയ്തിട്ടില്ല. ഇന്നൊരു ബില്ലും കൂടി ഉണ്ടാവും. പോണ വഴി വർക്ക്ഷോപ്പിലൊന്ന് കയറണം. പിന്നെ റേഡിയേറ്റർ ലീക്ക് ആവണുണ്ടോ എന്നൊരു സംശയം. ഓടാൻ വയ്യാത്ത പോലെ പ്രശ്നം? ചില്ലറ പ്രശ്നം. നിന്റെ റൂംമേറ്റ് വേലിക്കുട്ടി വന്നൊരു 200 രൂപ വാങ്ങി. ഹോസ്പിറ്റലിൽ പോകാൻ അത്യാവശ്യം പറഞ്ഞു. പോകുന്ന പോക്ക് കണ്ടിട്ട് ആശുപത്രിയിലേക്കാണെന്ന് തോന്നുന്നില്ല. കക്ഷി ആളെങ്ങനെയാ? സ്മോളിന്റെ ആളാ? സ്മോളിന്റെ അല്ല, ലാർജിന്റെയാ. പക്ഷെ ആൾ അഭിമാനിയാ. കയ്യിൽ നിന്ന് കാശ് മുടക്കി കുടിക്കൂല. ഞാൻ വരുന്നതിന് മുമ്പ് ഒരു തലശ്ശേരിക്കാരൻ സുലൈമാൻ ആയിരുന്നു കൂടെ. ഇങ്ങേരുടെ ഓസിലുള്ള വെള്ളമടി സഹിക്കാണ്ട് അങ്ങേര് വേറെ റൂമെടുത്ത് മാറി. ഞാൻ ഈ കഥയൊന്നും അറിയാതെയല്ലേ ചെന്ന് ചാടിക്കൊടുത്ത്. നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്താ പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ വീട്. ഒരു സാധു സ്ത്രീയാ. അമ്മയ്ക്ക് എന്തെങ്കിലും സഹായത്തിന് ഓടിയെത്താൻ അവിടെ ഉണ്ടോ? അതോർത്ത ഞാൻ ഇയാളെ സഹിക്കുന്നത്. ഓ, അത് ശരി. അപ്പൊ ആ സെന്റിമെന്റ്സിലാ ഈ ഇത്തിക്കണ്ടി കയറി പിടിച്ചിരിക്കുന്നത്. തോണ്ടി തോണ്ടി കുപ്പിയുടെ അകത്തേക്ക് കയറി പോവോ? ഇത് എവിടുന്നാ വാങ്ങിച്ചത്? എവിടുന്നാണോ? കേരള ഹോട്ടലിൽ നിന്നാണോ? കേരള ഹോട്ടലിൽ നിന്നാ. കേരള ഹോട്ടലിന്റെ മുതലാളി നായരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നക്കിയ. എന്തു പറ്റി? ഈ പൊറാട്ടയിൽ ഒഴിക്കുന്ന കോഴിച്ചാറില് ഒരു തരി കഷ്ണം പോലും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പോയപ്പോ ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടാ പോയത്. അതെന്തിനാ? ചാറില് മുങ്ങി തപ്പാൻ. എന്റെ ചേട്ടാ, ഒന്ന് പതുക്കെ തിന്ന്. എന്തിനെങ്ങനെ ആക്രാന്തം കാണിക്കുന്നേ? പയ്യത്തുന്ന വയറ്റു കുടിക്കില്ലടോ. അല്ല, രാവിലെ ഡോക്ടറെ കാണാൻ പോയല്ലോ, എന്ത് പറഞ്ഞു? ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറയാ, തിരിച്ചും മറിച്ചും നോക്കി. പിന്നെ എക്സ്റേ എടുക്കേണ്ടി വന്നില്ല. ഞാൻ സർച്ചൂരി കാണിച്ചു. കഷ്ടം. പിന്നെ വിശപ്പിനുള്ള ഒരു ടോണിക്ക് നാളെ തരാന്ന് പറഞ്ഞു. അതെ, ആ പൊതിയിൽ 2 പഴമുണ്ട്, അതെടുത്തോ. എനിക്ക് അതിൽ നിന്ന് 2 പൊറോട്ട മതി. അയ്യാ, നീ കഴിച്ചാന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ കൂട്ടിക്കൊഴിച്ചു. എന്റെ ഈശ്വര, 6 പൊറോട്ടയും കൂട്ടിക്കൊഴിച്ചോ? ചേട്ടനൊരു കാര്യം ചെയ്യണേ, നാളെ ഡോക്ടർ വിശപ്പുണ്ടാവാൻ ഒരു ടോണിക്ക് തരാന്ന് പറഞ്ഞിട്ടില്ലേ, അത് വാങ്ങണ്ട. അതെന്താടാ? ഞാൻ ആനയെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. എവിടെ പോവാൻ? എന്നെ പൊക്കടേ. ഒരു ദിവസം ഞാൻ പൊക്കും. എന്നെ നടത്തടേ. വയ്യെങ്കിൽ ഈ പണിക്ക് പോണേ. എന്നെ കൊണ്ട് ഇരുത്തടേ. ഒടിച്ചു മുടക്കാൻ ഇരുത്തും. എന്നെ കെടുത്തടേ. ഊത് ഞാൻ കെടുത്തും. കൈ കഴുകണല്ലേ? കൈ കൊണ്ടുപോയി കഴിക്കണേ. കാലം നിന്റെ അപ്പ്. പോയോ? മുന്തട്ടാ, മുന്തട്ടാ. ആരാ? ഞാനാ, റഷീദ്. എന്തടാ ഈ നേരത്ത്? ഹൈവേയിലെ ചാമുണ്ടി ഹില്ലിനപ്പുറത്ത് ഒരു ബാലയക്കാരുടെ വണ്ടി കേടായി. അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോണം. ഈ വെളുപ്പാൻ കാലത്തും അവിടെ രാത്രി ഡ്രൈവർമാരില്ലേ? ഇല്ല, എല്ലാരും ഓട്ടം പൊരിക്കുക. നീ പോക്കോ. ಒಂದೇ ಕಾರ್ ಬಂದಿದೆಯಲ್ಲ? ನಾನು ನಯ ಸರ್ವಿಸಿಂದ ಬರ್ತಾ ಇದ್ದೀನಿ. ನೀವು ಗಾಡಿ ಹೇಳಿದ್ರಾ? ಹೌದು, ಒಂದು ಟೆಂಪೋ ಟ್ರಾವೆಲರ್ಗೆ ಹೇಳಿದ್ವಿ. ನಾಯರ್ 3 ಕಾರ್ ಕಳಿಸ್ತೀವಿ ಅಂತ ಹೇಳಿದ್ರು. ಅದು ನೀವ? ಇನ್ನು 2 ಗಾಡಿ ಟ್ರಿಪ್ ಹೋಗಿದೆ, ಬರ್ದಕ್ಕೆ ಲೇಟ್ ಆಗಿದೆ. ಆಗ ರಾಂಬಾಯ್ ಜೊತೆ ಹುಡುಗಿರ್ನ ಈ ಗಾಡಿನಲ್ಲಿ ಕಳಿಸೋಣ. ಆಯ್ತು. ಏನು? ಬನ್ನಿ ಬನ್ನಿ. ಏಯ್ ಬನ್ನಿ ಬನ್ನಿ, ಗಾಡಿ ಬಂದಾಯ್ತು. ಏಯ್ ರಾಂಬಾಯ್, ಕರ್ಕೊಂಡೋಗಿ. ಏಯ್, ಈ ಗಾಡಿ ಬಂದೈತೆ ಎದ್ದೇಳಿ, ಜಲ್ದಿ ಬನ್ನಿ 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 ಬನ್ನಿ, ಜಲ್ದಿ ಬನ್ನಿ. നമ്മുടെ ജാക്കി ചാൻ. ഏത് ജാക്കി ചാൻ? അന്ന് തിയേറ്ററിൽ വെച്ച് കണ്ടില്ലേ? ഡ്രൈവറാണെന്ന് തോന്നിയതേ ഇല്ല. ഏതോ പരസ്യ മോഡലെന്ന് കരുതിയ. ಬೇಗ ಹೋಗಿ ಆ ಗಾಡಿ ಕಳಿಸು. ಕಳಿಸ್ತೀನಿ. ಗಾಡಿ ನಿಂದೇನಾ ಅಲ್ಲ ನೀವು ಬಾಡ್ಗೆಗೆ ಓಡಿಸ್ತೀರಾ? ಯಾಕೆ, ನಿಮ್ಗೆ ಗಾಡಿ ಬೇಕಾಯ್ತಾ? ಬೇಡ ಬೇಡ, ನಮ್ಗೆ ಬೇಡ ಸ್ವಾಮಿ. എന്തൊക്കെ പറഞ്ഞാലും ആള് പൊടി സുന്ദരനല്ലേ? പിന്നെ
നമ്മുടെ ബാലയിൽ ചേരുന്നോന്ന് ചോദിച്ചേടി. രാത്രിയിൽ പ്രോഗ്രാമിനും പോവാം, പകല് ഡ്രൈവും ചെയ്യാം. ശരിയാ, മാഷ് പറഞ്ഞ കേട്ടു അടുത്ത വർഷം രാമായണ കഥയെ ബാലയാക്കാൻ പോണേന്ന്. അതില് ഹനുമാന്റെ വേഷത്തിന് ചേരും. അതേ ചായ. നകത്തായത് അത് നന്നെ വീക്ക്ലി ನಲ್ಲಿ ಓದಿದ ತಮಾಷೆ ಬಗ್ಗೆ ನಗುತ್ತಾಯಿದೆ. ಓ ಇಲ್ಲಿ ಸ್ಟಾಪ್ ಮಾಡಿ. ಇದೇನೊಂದು ಜಾಗ. ಮನೆ ಬಂತು. ಹೋಗ 5 ಗಂಟೆ ಆಗೋಯ್ತು ಕಣ. ನಾಳೆ ನೋಡುವ. ಸರಿ ಸರಿ, ನಾಳೆ ಅಲ್ಲಿ ಮೀಟ್. ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം ചോദിച്ചുള്ളൂ കേട്ടോ. ಇನ್ನು ಎಷ್ಟು ದೂರ ಇದೆ ನಿನ್ ಮನೆಗೆ? 10 ಕಿಲೋಮೀಟರ್ ಇದೆ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ. ಹನುಮಾನಂಜನ ಸುನು ಇಲ್ಲಿ ನಿಲ್ಸು. ಹುಡುಗಿ, ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? എങ്ങനെയുണ്ട്? നമുക്ക് ആലോചിക്കാം. ഞാൻ റെഡിയാ. പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കണ്ട, പൊക്കോളൂ. മലയാളിയാ? അല്ല, പഞ്ചാബ്. സോറി. അയ്യോ, ഇത്രയും വലിയ വീട്ടിലെ പെണ്ണെന്തിനാ ബാല കളിക്കാൻ പോകുന്നത്? വട്ടായിരിക്കും. ഓ, ചിലപ്പോ കലയോടുള്ള ക്രൈസ് ആയിരിക്കും. പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴി ഞാനിവിടെ ഇറങ്ങി. ഇന്ന് ചേച്ചി ഏത് തരാനാ വെളുപ്പിനെ ഇറങ്ങിയത്? എപ്പോഴായാലും തരേണ്ടതല്ലേ, കയ്യിലിരുന്ന ചെലവായി പോവും. എന്തേ? അല്ല, ചേട്ടൻ എങ്ങനെ അകത്ത് കയറി? ഞാനോ? ഞാൻ എന്റെ താക്കോലോട് പൂട്ട് തുറന്ന് അകത്ത് കയറി. അപ്പൊ പിന്നെ പുറത്തുനിന്ന് പൂട്ടി? അത് ഞാൻ. അപ്പൊ പിന്നെ എങ്ങനെ അകത്ത് കയറി? ചേടാ, ഇവന് പറഞ്ഞാലും മനസ്സിലാവില്ലേ. ഞാൻ എന്റെ താക്കോലോണ്ട് പൂട്ട് തുറന്ന് അകത്ത് കയറി. അപ്പോഴാ എനിക്ക് തോന്നിയത് പകലല്ലേ, വാതിലിങ്ങനെ തുറന്നിട്ട് വല്ല കള്ളന്മാരും കയറി എന്തൊക്കെ എടുത്തോണ്ട് പോയല്ലോ. അപ്പൊ ഞാൻ പുറത്തുനിന്ന് പൂട്ടി. പുറത്തുനിന്ന്. അല്ല, ചേട്ടൻ എങ്ങനെ അകത്ത് കയറി? ഉറച്ചടി വിളിച്ചു കള്ള. കഥ ചോദ്യമൊന്നുമില്ല. അല്ല മോനെ, മോനെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നീ എന്താ നേരത്തെ വന്നത്? സാധാരണ രാത്രിയല്ലേ വരാറ്, കാറെടുത്തില്ല? ഇല്ല. അല്ല, നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ? നീ ഇവിടെ ഇരിക്കി. ഇതെന്താ വല്ലാത്തൊരു തോട്ടോ? ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം? അതൊന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച എന്താ പ്രാന്തളക്കും? അല്ല, നോക്കൂ, ഒരു കാര്യം പറയട്ടെ. അതല്ല, ഞാൻ പറഞ്ഞുതരാ. അയ്യോ, എന്റെ ഷർട്ട്. അതേ, കുളിച്ചിട്ട് വന്നപ്പോ മാറാനൊന്നുമില്ല. അപ്പൊ ഞാൻ എടുത്തു കൊടുത്തു. ആരാ ഇത്? ഇത് സരോജിനി. സരു, ഇതാ അങ്ങോട്ട് അഴിച്ചു കൊടുത്തു. വേണ്ട, എനിക്ക് വേണ്ട. മുരിങ്ങക്കോല് പോലുള്ള ശരീരം വെച്ചിട്ട് അയാൾ കാമദേവൻ കളിക്കാം. വൃത്തികെട്ടവൻ. മോനെ മോന്ത, എനിക്കൊരു കയ്യബദ്ധം പറ്റി. ഈ തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കും. ക്ഷമിക്കല്ല, തൊഴിക്കാ വേണ്ടത്. അതെന്റെ അണ്ടർവെയർ എന്താ ഇന്നോ? മോനെ, നീ എത്ര വേണം തൊഴിച്ചു, അത് കൊള്ളാൻ ഞാൻ തീരാം. പക്ഷെ നീ ഇവിടുന്ന് പോകരുത്. നാണോ ഇല്ലടോ തനിക്ക്? നാട്ടിലൊരു ഭാര്യയെ കെട്ടിക്കാൻ പ്രായമുള്ളൊരു മോളൂല്ലേ? എന്നിട്ട് തന്റെ എല്ലാ തോന്നിയവസരങ്ങളും ഞാൻ ഇതുവരെ സഹിച്ചു. ഇനി വയ്യ. ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പുറത്തെയും ഞാൻ നിർത്തി. താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.